ഉടുപ്പിയിൽ പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ അടക്കം രണ്ടുപേരെ വധിച്ചു. ഉടുപ്പി ഹെബ്രി വനമേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ. ആന്റി നക്സൽ സ്ക്വാഡുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. കെ വി ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കെ വി ബൈജു, നാടുകാണി ദളത്തെ നയിച്ചിരുന്നത് വിക്രമാണ്. നമുക്കറിയാം, ആ മേഖലയിൽ സജീവമായിരുന്നു. ഇവിടെ ഇദ്ദേഹത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്തെ, തീർച്ചയായും ഈ ആന്റി നക്സൽ സ്ക്വാഡുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ്, അതായത് മാവോയിസ്റ്റ് കമാൻഡർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, വിക്രം ഗൌഡ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത്. ഇതിൽ രണ്ടാമതാളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് നക്സൽ നേതാക്കൾ രക്ഷപ്പെട്ടതായും വിവരമുണ്ട്. ഇവർക്കായി ഇപ്പോൾ തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പിക്ക് സമീപം ഹെബ്രി വനമേഖലയിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ആന്റി നക്സൽ സ്ക്വാഡുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൌഡയും മറ്റൊരു പ്രധാനപ്പെട്ട നക്സൽ നേതാവും കൊല്ലപ്പെട്ടതായ സ്ഥിരീകരണം വരുന്നത്. എന്തായാലും 2016 നിലമ്പൂർ കരുളായി വരയൻ മലയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ടതാണ് ഈ വിക്രം ഗൌഡ. അന്ന് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജ്, അതുപോലെ തന്നെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത എന്നിവർ ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും വിക്രം കേരളത്തിൽ നിന്നാണ് ഈ ഹെബ്രി വനമേഖലയിൽ എത്തിയെന്നാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. ഈ നിലമ്പൂർ കരുളായി ഏറ്റുമുട്ടലിന് ശേഷം നാടുകാണി ദളത്തിന്റെ ചുമതല വഹിച്ചു വരികയായിരുന്നു വിക്രം. അട്ടപ്പാടി, അതുപോലെ തന്നെ നിലമ്പൂർ, വയനാട് മേഖലയിലായിരുന്നു സജീവമായി ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. 28 വർഷത്തോളമായി ഇയാളെ പിടികൂടാനുള്ള നീണ്ട പരിശ്രമത്തിലായിരുന്നു ആന്റി നക്സൽ സ്ക്വാഡ്. മാത്രമല്ല, ആന്ധ്ര സർക്കാർ ഇയാളെ പിടികൂടുന്നവർക്ക് പാരിതോഷികവും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെട്ട രണ്ടു പേർക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്, ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആന്റി നക്സൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സ്ഥിരീകരണം വരുന്നത്. വിക്രം ഗൌഡ ഉൾപ്പെടെ 2 നക്സൽ നേതാവിനെ വധിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ആന്റി നക്സൽ സ്ക്വാഡ് ഈ രക്ഷപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ കൂടുതൽ സംഘങ്ങളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നിലമ്പൂർ മേഖലയിലൊക്കെ സജീവമായി പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്തി ഭക്ഷണം ചോദിക്കുകയും മറ്റും ചെയ്തു തരുന്ന ദളത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നാണ് മനസ്സിലാകുന്നത്. ഇവർ പലപ്പോഴും ഗ്രാമവാസികളടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ വിക്രം ഗൌഡയ്ക്കൊപ്പം കൂടുതൽ സംഘാംഗങ്ങളുണ്ട് എന്ന നിഗമനത്തിലാണോ ആന്റി നക്സൽ സ്ക്വാഡ് ഉള്ളത്? അതനുസരിച്ച് കൂടുതൽ സന്നാഹങ്ങളോടെയുള്ള തെരച്ചിലാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്തെ, 4 പേരായിരുന്നു സംഘാംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർ പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. ഇവരെ കണ്ടെത്താനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. ഈ മേഖലകളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ചിക്കുമംഗ്ലൂർ, ഈ ഹെബ്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ആന്റി നക്സൽ സ്ക്വാഡ് വ്യാപകമായ പരിശോധന നടത്തിയത്. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ 4 സംഘാംഗങ്ങളെ കണ്ടെത്തുകയും പിന്നീട് ഇവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടത്. രണ്ടാമത് ആൾ കൊല്ലപ്പെട്ടയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ആന്റി നക്സൽ സ്ക്വാഡ് നൽകുന്നുണ്ട്. ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമാൻഡന്റായി വർക്ക് ചെയ്യുന്നു. ഇവരുടെ ഏറ്റവും വലിയ നേതാവാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയ, ഈ പോലീസും ആന്റി നക്സൽ സ്ക്വാഡിനും തലവേദന ഉണ്ടാക്കിയ നേതാവ് തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്ര സർക്കാർ ഇയാളെ പിടികൂടുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10-28 വർഷത്തോളമായി ഈ നിരന്തരം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നാണ് ഈ സംഘങ്ങൾ ഈ ഹെബ്രി വനമേഖലയിൽ എത്തിയെന്നാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർ ഇത്തരത്തിൽ ഇവരുടെ സംഘങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും 4 പേർ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം നൽകുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു, 2 പേർ രക്ഷപ്പെട്ടതായും ആന്റി നക്സൽ സ്ക്വാഡ് പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ മറ്റവരെ കണ്ടെത്താനുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് വിക്രം ഗൌഡ എന്നത് ചെറിയ മീനല്ല. ഈ നക്സലുകളുടെ ഏറ്റവും വലിയ നേതാവാണ്. അത് ആന്റി നക്സൽ സ്ക്വാഡിന് വലിയ നേട്ടവുമാണ്. വർഷങ്ങളായി, നേരത്തെ ബൈജു പറഞ്ഞതുപോലെ 10-28 വർഷമായി പോലീസിനും ആന്റി നക്സൽ സ്ക്വാഡിനും തലവേദന സൃഷ്ടിച്ചിരുന്ന വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം മറ്റൊരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ആന്റി നക്സൽ സ്ക്വാഡ് സജീവമാക്കിയിട്ടുണ്ട്. ഉടുപ്പി മേഖലയിൽ വനപ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് കെ വി ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്.